നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ തന്നെ ഒരു കാര്യം പറഞ്ഞു, കേരളം അല്പം സാമ്പത്തിക ഞെരുക്കത്തിലാണ് എന്ന് അംഗീകരിച്ചു. എന്താണ് ശരിക്കും കേരളത്തിൻ്റെ സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ പ്രധാന കാരണം? സാമ്പത്തിക പ്രതിസന്ധി, ധനഞെരുക്കം എന്നൊക്കെ പറയുന്നത് ഇതെല്ലാം ഒരേ കാര്യങ്ങളാണ് സാധാരണ മനുഷ്യർക്ക്, അല്ലേ? സാമ്പത്തിക തകർച്ച എന്നൊക്കെ പറയുന്നതും നമുക്ക് ധനപ്രയാസം എന്ന് പറയുന്നതും എല്ലാം ഒരേ ടേമാണ്, നമുക്ക് ഒരേ അർത്ഥമാണ് നമുക്ക് ഇതാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുകൾ ഈ തെറ്റായ പ്രചരണത്തിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ധനപ്രയാസമുണ്ട് എന്നുള്ളതിനേക്കാൾ ഞാൻ ഉപയോഗിക്കാൻ വന്നിരിക്കുന്നത് ഒരു ഫിസ്ക്കൽ ഇംബാലൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഒരു ധന അസന്തുലിതാവസ്ഥയുണ്ട്. ആ ധന അസന്തുലിതാവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ചിലവുണ്ട്. സർക്കാരുകൾ, വ്യക്തികൾ വരവും ചിലവും. ഒരു വീട്ടിൻ്റെ ബഡ്ജറ്റ് എങ്ങനെ ഉണ്ടാക്കുമോ നമ്മൾ? സാധാരണ ഏറ്റവും ഐഡിയലായിട്ട് നമ്മൾ കണക്കാക്കുന്ന എങ്ങനെയായിരിക്കും? നമ്മുടെ വരവിനൊത്ത് ചിലവ് ചെയ്യണം എന്നുള്ളതല്ലേ? അങ്ങനെയാണ് സാധാരണഗതിയിൽ പറയുന്ന ഒരു രീതി, വരവിനൊത്ത് ചിലവ് ചെയ്യണം. അത് ഐഡിയലാണെന്നാണ് സാധാരണഗതിയിൽ പറയുക എല്ലാവരും. അങ്ങനെയുള്ളവരാണ് പ്രാപ്തിയുള്ള മനുഷ്യന്മാരായിട്ട് കണക്കാക്കുന്നത്. സർക്കാരിനാണെങ്കിലോ, ഞാൻ പറയാം, സർക്കാരിൻ്റെ ധനസ്ഥിതി പരിശോധിച്ചാൽ ആദ്യം നോക്കുക വരവല്ല, ചിലവാണ്. എന്താ കാരണം? സർക്കാർ ഒരു ജനങ്ങളുടെ കയ്യിൽ ഒരു മാൻഡേറ്റ് വാങ്ങിയിട്ടാണ് ഒരു സർക്കാർ വരിക, അല്ലേ? എന്താണ് ഈ മാൻഡേറ്റ്? ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞിട്ടല്ലേ സർക്കാർ ആൾക്കാർ വോട്ട് ചെയ്യുക, അല്ലേ? അപ്പോൾ ആ മാൻഡേറ്റിന് അനുസരിച്ച് സർക്കാരിന് പ്രവർത്തിക്കാൻ എത്ര കാശ് വേണം, ചിലവ് എന്താണ്? അതാണ് ചിലവ്. അതാണ് ആദ്യം. ആ ചിലവിനനുസരിച്ചുള്ള വരുമാനം എവിടെ നിന്ന് ഉണ്ടാക്കും എന്നുള്ളതാണ് കൺസിഡറേഷൻ. വാസ്തവത്തിൽ അതാണ് ഈ വ്യക്തികളുടെ കുടുംബ ബജറ്റും സർക്കാരിൻ്റെ ബജറ്റും തമ്മിലുള്ള മൗലികമായ വ്യത്യാസം. അതാണ് നമ്മൾ ചിലവ് കമ്മിറ്റഡാണ് ആളുകളോട്. ആ കമ്മിറ്റഡായിട്ടുള്ള ചിലവിനുള്ള വരുമാനം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് ഏതെല്ലാം വഴിക്കെന്നുള്ളതാണ്. ഈ ചിലവാണല്ലോ ആദ്യം. അപ്പോൾ ഈ ചിലവിനൊത്ത് വരവ് ഉണ്ടാവുന്നില്ല, ആ വരവ് പോരാ. അപ്പോൾ ചിലവിനൊത്ത് വരവില്ല, അതാണ് ധന ഇംബാലൻസ്. ഇത് കേരളത്തിന് മാത്രമുള്ളതാണ്. ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഫെഡറൽ ഘടനയുടെ അകത്ത് സംസ്ഥാനങ്ങൾ മൊത്തത്തിൽ ഈ ധന അസന്തുലിതാവസ്ഥ അനുഭവിക്കുന്നുണ്ട്. എങ്ങനെയാണ് അസന്തുലിതാവസ്ഥ വരുന്നത്? വരുമാനം കൂടുതൽ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലാണ്, ചിലവ് കൂടുതൽ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലാണ്. ഇതാണ് ചുരുക്കം, മിനിമം കാര്യം. അപ്പോൾ കേന്ദ്ര സർക്കാരാണ് കൂടുതൽ കാശ് പിരിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ ഏറ്റവും വളർച്ചയുള്ള നികുതി ഏതാ? വരുമാന നികുതിയാണ്, അല്ലേ? വിഴിഞ്ഞം വന്നു, ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാവണമെന്ന കസ്റ്റംസാണ്. കസ്റ്റംസ് ആരുടേതാണ്? അവർ പിടിച്ചുകൊണ്ട് പോകുന്നതാണ്. നമ്മുടെ കയ്യിൽ നിന്നും, കേരളത്തിലെ മനുഷ്യരുടെ കയ്യിൽ നിന്നും കേന്ദ്ര സർക്കാർ കേന്ദ്ര നികുതി വിഹിതമായി പിരിച്ചുകൊണ്ട് പോകുന്നത് ഏതാണ്ട് 1 ലക്ഷം കോടി രൂപ വരും ഒരു വർഷം. കുറഞ്ഞത് 1 ലക്ഷം കോടി രൂപ വരും. ആ 1 ലക്ഷം കോടി രൂപ പിരിച്ചുകൊണ്ട് പോകാനല്ല പിടിക്കുന്നത്, അത് ആ സെൻട്രൽ ഡൊമൈനാണ്, യൂണിയൻ സർക്കാരിൻ്റെ ടാക്സ് ഡൊമൈനാണ് നിയമപ്രകാരം. പക്ഷേ വരുമാനത്തിൻ്റെ അനുസരിച്ചല്ല ചിലവിൻ്റെ ബാധ്യത. ഇതാണ് ഇംബാലൻസ്. കേരളത്തിന് പ്രത്യേകമായിട്ട് ഇങ്ങനൊരു ഇംബാലൻസ് ഉണ്ടാകേണ്ട കാര്യം എന്താ? എല്ലാവർക്കും ഉള്ളതല്ലേ ഉള്ളൂ. കേരളം വ്യത്യസ്തമായ ഒരു വികസന പന്ഥാവിലൂടെ കടന്നു പോകുന്ന സംസ്ഥാനമാണ് എന്നുള്ളതാണ് ആ ഉത്തരം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഇംബാലൻസ് ഉണ്ട്. ആ ഇംബാലൻസിന് അടിസ്ഥാന കാരണം എന്താ? ചെലവിനൊത്ത് വരവ് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ വരവ് കൂട്ടിയോ ചിലവ് കുറച്ചോ ഈ ഇംബാലൻസ് പരിഹരിക്കാം. ആദ്യത്തത് ചിലവ് ചുരുക്കുക എന്നുള്ളതാണ്. ഈ ചിലവ് ചുരുക്കാൻ പറഞ്ഞാൽ ഉടനെ തന്നെ പിറ്റേ ദിവസം പോലും മനോരമ പറയും, പണ്ട് തോമസ് ഐസക്ക് കോട്ടക്കിൽ പോയി കിടന്നപ്പോഴത്തേക്ക് മേടിച്ച തോർത്തിൻ്റെ കാശാണ് ആദ്യം പറയുക. സോ വി ആർ ടോക്കിംഗ് അബൌട്ട് സംതിങ് 30,000-25,000 കോടി രൂപയുടെ ഡെഫിസിറ്റിനെ കുറിച്ച് പറയുമ്പോൾ തോമസ് ഐസക്ക് തോർത്ത് മേടിക്കണം, ബാലഗോപാലൻ എന്താ പറയുക ദാവോസിൽ പോകണോ എന്നൊക്കെയുള്ളത് ചർച്ചയായിക്കോട്ടെ, അത് രാഷ്ട്രീയമാണ്, അത് നടക്കട്ടെ, അതിനകത്ത് എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ പ്രശ്നം, നിങ്ങൾ 25,000 കോടി രൂപയുടെ ഡെഫിസിറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ അത്തരമൊരു ഗ്യാപ്പിനെ കുറിച്ച് വർത്താനം പറയുമ്പോൾ ഇതാണ് ട്രിവിയലൈസേഷൻ ഓഫ് ദ ഹോൾ ഡിബേറ്റ് എന്ന് പറയുന്നത്. ഈ ചർച്ചകളുടെ മൊത്തത്തിൽ നിസ്സാരവൽക്കരിക്കുക എന്ന് പറയുന്ന പരിപാടിയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയും ചിലവ് ചുരുക്കണമെങ്കിൽ നിങ്ങൾ എവിടെ ചുരുക്കണം? ഉടനെ തന്നെ ഡിബേറ്റായി. ആ ഡിബേറ്റ് എന്താ? കേരളത്തിൽ ശമ്പളം ചിലവ് ഭയങ്കര കൂടുതലാണ്, പെൻഷൻ ചിലവ് വളരെ കൂടുതലാണ്. ഇതൊക്കെ കുറച്ച് ഇങ്ങനെ നമുക്ക് കുറയ്ക്കാൻ ഒരു വൈദഗ്ധ്യവും വേണ്ട. നാളെ രാവിലെ പെൻഷൻ്റെ പാതി ഞങ്ങൾ 25% തരൂല എന്ന് പറഞ്ഞാൽ സമരം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിക്കാം. നമുക്ക് പൊളിറ്റിക്കലായിട്ട് പ്രശ്നം ബാക്ക്ലാഷ് ഉണ്ടാവാം, നമുക്ക് എന്നാലും ഫിസിക്കൽ ഇംബാലൻസ് പരിഹരിക്കാം.
കൊടുക്കാണ്ടിരുന്നാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ ഇന്നുള്ള സ്കൂളുകൾ പ്രാമാണികനായിട്ടുള്ളൊരു പൊതുധനകാര്യ വിദഗ്ധൻ അദ്ദേഹം കേരളത്തിൻ്റെ ഫിസ്ക്കൽ ഇംബാലൻസിനെ കുറിച്ച് സ്ഥിരമായി പറയുന്നൊരു കാര്യം, നിങ്ങൾ എയ്ഡഡ് സ്കൂളുകൾക്കും കോളേജുകൾക്കൊക്കെ ശമ്പളം കൊടുക്കണം നിർത്തിയാൽ മതി എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന് അറിയാൻ പാടില്ലാത്തൊരു കാര്യം, ഈ എയ്ഡഡ് സ്കൂളും കോളേജും കേരളത്തിൽ എന്തായിരുന്നു, കേരളത്തിന് എങ്ങനെയാണ് ഇന്നത്തെ കേരളത്തെ പടുത്തുയർത്തിയത്, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിനകത്ത് എങ്ങനെയാണ് ഈ എയ്ഡഡ് സെക്ടർ സംഭാവന നൽകുക, അവരുടെ പല പ്രാക്ടീസിനെ കുറിച്ച് നമുക്ക് ആക്ഷേപമുണ്ടെന്നുള്ളത് വേറെയാണ്. ദാറ്റ് ഡസൻ മീൻ ദാറ്റ് ഈ സാധനം വേണ്ടാതില്ലെന്നാണ്. അപ്പോൾ അദ്ദേഹം കേരളത്തിൻ്റെ പബ്ലിക് പോളിസി, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം, കേരളത്തിൻ്റെ വികസനത്തിൻ്റെ പന്ഥാവ് ഇതൊന്നും പരിഹരിക്കാതെ ഇതിനാണ് ഒറ്റ വീക്ഷണം എന്ന് പറയുക. ഈ ഒറ്റ വീക്ഷണം വെച്ചിട്ട് നിങ്ങൾ ഇത് കുറച്ചാൽ മതി, വളരെ ലളിതമാണ്, അവിടെ കുറയ്ക്കാമെന്ന് പറയാം. അങ്ങനെയാണോ പരിഹരിക്കുക?